Group velocity. Group velocity. It is the velocity with which the overall envelope shape of the wave amplitude propagate through a medium. ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേവിൻ്റെ മൊത്തത്തിലുള്ള വെലോസിറ്റിയാണ്. സോ നമ്മൾ ഒരു രണ്ടിൽ കൂടുതലോ വേവ്സ് ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വേവിൻ്റെ മൊത്തത്തിലുണ്ടാവുന്ന ഒരു എൻവലപ്പിൻ്റെ സ്പീഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് വെലോസിറ്റി പറയുക. മീൻസ് ഗ്രൂപ്പ് ഓഫ് വേവിൻ്റെ വെലോസിറ്റിയാണ് ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ വേവിൻ്റെ വെലോസിറ്റിനെ നമ്മൾ ഫേസ് വെലോസിറ്റി എന്ന് വിളിക്കും. ഗ്രൂപ്പ് ഓഫ് വേവിൻ്റെ വെലോസിറ്റിനെ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് വിളിക്കും. ഇവിടെ നമുക്ക് രണ്ട് വേവ്സ് കൺസിഡർ ചെയ്യാം. ഒരു വേവ് y1 ഈക്വൽ ടു a cos omega 1t മൈനസ് k1x. മറ്റൊരു വേവ് y2 ഈക്വൽ ടു a cos omega 2t മൈനസ് k2x. ഇത് രണ്ടും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് വേവ് y ഈക്വൽ ടു 2a ഇൻറ്റു cos omega 1 പ്ലസ് omega 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു t മൈനസ് k1 പ്ലസ് k2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x cos omega 1 മൈനസ് omega 2 ഡിവൈഡഡ് ബൈ 2 t മൈനസ് k1 മൈനസ് k2 ഇൻറ്റു x ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ആദ്യം പറയുന്ന ഭാഗം വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. രണ്ടാമത്തെ ടേം ഫേസ് ആണ്. ഫസ്റ്റ് ടേം ബ്രാക്കറ്റിലുള്ള ഫസ്റ്റ് ടേം ഇൻക്ലൂഡിങ് 2a നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് ഇൻഡിക്കേറ്റ് ചെയ്യും. അതിനുശേഷമുള്ള പുറത്തുള്ള ടേം ഫേസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ കിട്ടാനുള്ള കാരണം നമ്മൾ ഉപയോഗിച്ച മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റിയാണ്. കോസ് എ പ്ലസ് കോസ് ബി എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 ആണ്. സോ അങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് എത്തിയത്. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഇക്വേഷനിലേക്ക് എത്തും. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പ് വെലോസിറ്റിയും ഇൻഡിവിജ്വൽ വെലോസിറ്റിയും കൂടി കമ്പയർ ചെയ്തിട്ട് എഴുതാം. സോ വെലോസിറ്റി ഓഫ് ഇൻഡിവിജ്വൽ വേവ്, ഒരു ഇൻഡിവിജ്വൽ വേവിൻ്റെ വെലോസിറ്റിനെ നമുക്ക് വി പി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ 1 പ്ലസ് ഒമേഗ 2 ഡിവൈഡഡ് ബൈ k1 പ്ലസ് k2. ഒമേഗ നമ്മളുടെ ആംഗുലർ വെലോസിറ്റി അഥവാ ആംഗുലർ ഫ്രീക്വൻസി, k എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഗ്രൂപ്പ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ വി ജി ഈക്വൽ ടു ഒമേഗ 1 മൈനസ് ഒമേഗ 2 ഡിവൈഡഡ് ബൈ k1 മൈനസ് k2. വി ജി ഈക്വൽ ടു ഒമേഗ 1 മൈനസ് ഒമേഗ 2 ഡിവൈഡഡ് ബൈ k1 മൈനസ് k2. ഇവിടെ ഇഫ് ഒമേഗ 1 ഈക്വൽ ടു ഒമേഗ 2 ഈക്വൽ ടു ഒമേഗ, അതേപോലെ തന്നെ k1 ഈക്വൽ ടു k2 ഈക്വൽ ടു k ആണെങ്കിൽ ഒമേഗൻ്റെ വാല്യൂ രണ്ടുപേർക്കും സെയിം ഒമേഗയും രണ്ട് പ്രൊപ്പഗേഷൻ വെക്ടർ kയും ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമ്മളുടെ ഇൻഡിവിജ്വൽ വേവിൻ്റെ വെലോസിറ്റി അഥവാ ഫേസ് വെലോസിറ്റിയും ഗ്രൂപ്പ് വെലോസിറ്റിയും നമുക്ക് എങ്ങനെ എഴുതാം? ഫേസ് വെലോസിറ്റി വി പി ഈക്വൽ ടു 2 ഒമേഗ ബൈ 2k എന്ന് വരും. 2 ക്യാൻസൽ ചെയ്താൽ ഒമേഗ ബൈ k എന്ന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് വെലോസിറ്റീൻ്റെ കേസിൽ ഒമേഗ 1 മൈനസ് ഒമേഗ 2നെ ഡി ഒമേഗ എന്നും k1 മൈനസ് k2നെ ഡി കെ എന്ന് പറഞ്ഞിട്ടും ഡിനോട്ട് ചെയ്യാം. സോ നമുക്ക് വി ജി ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി കെ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫേസ് വെലോസിറ്റീൻ്റെയും അതേപോലെ തന്നെ ഗ്രൂപ്പ് വെലോസിറ്റീൻ്റെയും എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവരെ കണക്ട് ചെയ്യാനും പറ്റും. അതാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ ചെയ്യുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ഫേസ് വെലോസിറ്റി ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി. റിലേഷൻ ബിറ്റ്വീൻ ഫേസ് വെലോസിറ്റി ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി. നമുക്കറിയാം ഗ്രൂപ്പ് വെലോസിറ്റി വി ജി ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി കെ ആണ്. അതേപോലെ തന്നെ ഫേസ് വെലോസിറ്റി വി പി ഈക്വൽ ടു ഒമേഗ ബൈ കെ ആണ്. നമ്മൾ തൊട്ടു മുന്നേ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മുടെ ഫേസ് വെലോസിറ്റി വി പി ഈക്വൽ ടു ഒമേഗ ബൈ കെനെ നമുക്ക് ഒമേഗേൻ്റെ ടേമിൽ എഴുതുമ്പോൾ ഒമേഗ ഈക്വൽ ടു വി പി കെ എന്ന് കിട്ടും. സോ നമ്മുടെ വി ജിൻ്റെ ഇക്വേഷനിൽ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. വി ജി ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി കെ ആണ്. അതിൽ ഒമേഗേൻ്റെ വാല്യൂ കൊടുക്കുക, വി പി കെ എന്ന് കൊടുക്കുക. സോ നമുക്ക് എങ്ങനെ എഴുതാം? വി ജി ഈക്വൽ ടു വി പി ഇൻറ്റു ഡി കെ ബൈ ഡി കെ പ്ലസ് ഡി വി പി ബൈ ഡി കെ ഇൻറ്റു കെ എന്ന് എഴുതാം. പ്രോഡക്റ്റ് റൂൾ വഴി ചെയ്യാം. ഡി കെ ബൈ ഡി കെ 1 ആയതിനെ കൊണ്ട് വി ജി ഈക്വൽ ടു വി പി പ്ലസ് കെ ഇൻറ്റു ഡി വി പി ബൈ ഡി കെ എന്ന് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഫേസ് വെലോസിറ്റീൻ്റെയും ഗ്രൂപ്പ് വെലോസിറ്റീൻ്റെയും ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ദ എർത്ത് അയണോസ്ഫിയർ.
നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഏകദേശം നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് ഒരു 200 മുതൽ 400 കിലോമീറ്റർ ഹൈറ്റിൽ ആണ് അയണോസ്ഫിയർ ഫോം ചെയ്യുന്നത്. നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ന്യൂട്രൽ മോളിക്യൂൾസ് തന്നെയാണ് അതിലേക്ക് സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻ വന്ന് തട്ടുമ്പോൾ ഈ ന്യൂട്രൽ മോളിക്യൂൾസ് ഫുള്ളും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസായി മാറും. സോ ഈ അയണൈസ്ഡ് ആയിട്ടുള്ള പ്ലാസ്മ സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മളുടെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. നമ്മളുടെ അയണോസ്ഫിയർ കാണപ്പെടുന്നത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് 200 മുതൽ 400 കിലോമീറ്റർ ഹൈറ്റിലായിട്ടാണ് കാണപ്പെടുന്നത്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് അവിടെയാണ് കാണപ്പെടുന്നത്. ഇവിടെ ഉണ്ടാവുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഡിസ്പേർഷൻ റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ പി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. അയണോസ്ഫിയറിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഒരു റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. സോ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ പി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആണ്. സി എന്ന് പറഞ്ഞ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഒമേഗ പി എന്ന് പറയുന്നത് നമ്മളുടെ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദി ഇലക്ട്രോൺ ആണ് പ്ലാസ്മ സ്റ്റേറ്റിലുള്ളത്. ഓക്കെ, സോ നമുക്ക് തൊട്ടു മുന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചു വി പി സ്ക്വയർ എന്ന് പറയുന്നതിന് നമുക്ക് ഒമേഗ സ്ക്വയർ ബൈ കെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. സോ അതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? സി സ്ക്വയർ പ്ലസ് ഒമേഗ പി സ്ക്വയർ ബൈ കെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഇതാ മേലത്തെ ഇക്വേഷനെ എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്തിട്ട് വി പി കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി ഇക്വേഷൻ എന്ത് ചെയ്യാം? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ പി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കെ സ്ക്വയർ ആണ്. സോ ഇതിനെ നമുക്കിനി വിത്ത് റെസ്പെക്ട് ടു കെയിൽ ഡെറിവേറ്റീവ് എടുക്കാം. ഇപ്പോൾ 2 ഒമേഗ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി കെ കിട്ടും. ഒമേഗ പി സ്ക്വയറിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടും. അടുത്ത ടേമിന് ചെയ്യുമ്പോൾ സി സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. കെ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു കെ എന്ന് കിട്ടും. ഓക്കെ, 2 ഇൻറ്റു കെ എന്ന് കിട്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. സോ നമുക്കതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്താൽ ഒമേഗ ബൈ കെ ഈസ് ഈക്വൽ ടു എൻ്റയർ ഇക്വേഷനെ കെനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത്. 2 കെനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സോ ഒമേഗ ബൈ കെ ഡി ഒമേഗ ബൈ ഡി കെ ഈക്വൽ ടു വി പി വി ജി എന്ന് കിട്ടും. ഓക്കെ, 2 കെനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. വി പി വി ജി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? സി സ്ക്വയർ ആണ്. സോ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടുന്ന് സി സ്ക്വയർ എന്ന് കിട്ടും. നമ്മളുടെ ഡി ഒമേഗ ബൈ ഡി കെ എന്ന് പറയുന്നത് ഒമേഗ ബൈ കെ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി കെ എന്ന് പറയുന്നത് വി പി ഇൻ്റെയും വി ജിൻ്റെയും ഇക്വേഷനാണ്. നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒമേഗ ബൈ കെയും അതേപോലെ തന്നെ ഇതിൻ്റെയും ഇക്വേഷൻസ് ഇതാ. ഒമേഗ ബൈ കെ വി പി ആണ്, ഡി ഒമേഗ ബൈ ഡി കെ വി ജി ആണെന്നുള്ളത്. സോ നമുക്ക് ആ ഫോമിൽ ഇവിടെയും എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മളുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് നമുക്ക് ഇവിടെ തന്നെ പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഫേസ് വെലോസിറ്റീൻ്റെ ടേമിൽ എഴുതുമ്പോൾ വി പി ഈക്വൽ ടു ഒമേഗ ബൈ കെ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ഈ ഫോമിൽ കിട്ടും. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ പി സ്ക്വയർ ബൈ കെ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, റീഅറേഞ്ച് ചെയ്തിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ മേലെ എഴുതിയത് ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഈ വാല്യൂ കൊടുത്തിട്ട് നമുക്കിതാ ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ചെയ്യുമ്പോൾ സി സ്ക്വയറിനെക്കാട്ടും ഒരു ടേം പ്ലസ് ചെയ്യുന്നുണ്ട്. ഒമേഗ വി പി സ്ക്വയർ പ്ലസ് കെ സ്ക്വയറിനെ സി സ്ക്വയറിലേക്ക് പ്ലസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എപ്പോഴും വെലോസിറ്റി ഓഫ് ലൈറ്റിനെക്കാട്ടും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, ഈ കേസിൽ നമുക്ക് കിട്ടിയ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദെൻ സി ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റിനെക്കാട്ടും വലുതാണ്. നമുക്കറിയാം ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ ലൈറ്റാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അതിനെക്കാട്ടും സ്പീഡിൽ ഒരാൾക്കും ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ നമ്മളിവിടെ ഇൻഡിവിജ്വൽ ഫേസ് വെലോസിറ്റി എടുത്തതിനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതേപോലെ തന്നെ നമ്മളുടെ ഗ്രൂപ്പ് വെലോസിറ്റി നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മളിപ്പോൾ മേലെ പറഞ്ഞ ഇക്വേഷനിൽ നിന്നിട്ട് ഒമേഗ ബൈ കെ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി കെനെ വി പി ഇൻറ്റു വി ജി ദാറ്റ് സി സ്ക്വയർ എന്ന് അറിയാം. സോ വി ജി കാണണമെങ്കിൽ, അതായത് ഗ്രൂപ്പ് വെലോസിറ്റി കാണണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സി സ്ക്വയർ ബൈ വി പി എന്ന് എഴുതാം. ദാറ്റ് ഈസ് സി ഇൻറ്റു സി ബൈ വി പി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, വി ജി എന്ന് പറയുന്നത് സി ഇൻറ്റു സി ബൈ വി പി ആണ്. സോ അത് നമുക്കെന്ത് പറയാൻ പറ്റും? ഗ്രൂപ്പ് വെലോസിറ്റീൻ്റെ വാല്യൂ സിയോ അല്ലെങ്കിൽ സീനെക്കാട്ടും കുറവായിരിക്കും വരിക. ഒരിക്കലും കൂടുതൽ വരാനുള്ള ചാൻസ് ഇല്ല. ബട്ട് ഫേസ് വെലോസിറ്റീൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ എടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്.
നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് മോഡുലേഷൻ. മോഡുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഏതെങ്കിലും രണ്ട് വേവിനെ മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് ഒരു ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട മെസ്സേജ് സിഗ്നലിനെ അല്ലെങ്കിൽ ഒരു സിഗ്നൽ വേവിനെ ഒരു ഹൈ ഫ്രീക്വൻസിയുള്ള കാരിയർ വേവുമായിട്ട് മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മിക്സിംഗ് ഓഫ് എ ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ് വിത്ത് എ മെസ്സേജ് സിഗ്നൽ. ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് മോഡുലേഷൻ. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മെസ്സേജ് സിഗ്നലിനെ വളരെ ഹൈ ഫ്രീക്വൻസിയുള്ള ഒരു കാരിയർ വേവുമായിട്ട് സൂപ്പർഇമ്പോസ് ചെയ്യുക അഥവാ മിക്സ് ചെയ്ത പ്രോസസ്സിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കാരിയർ വേവ് എന്ന് പറയുന്നത് എന്താണ്? യൂഷ്വലി നമ്മൾ സൈൻ വേവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കൺസിഡർ ചെയ്യുക. സോ നമുക്ക് അങ്ങനെ ജനറലായിട്ട് അതിനെങ്ങനെ ഡിനോട്ട് ചെയ്യുക? കാരിയർ വേവ് സി ഓഫ് ടി ഈക്വൽ ടു എ സി ഇൻറ്റു സൈൻ ഒമേഗ സി ടി പ്ലസ് ഫൈ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. സി ഓഫ് ടി എന്ന് പറയുന്നത് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ആണ്. അത് വോൾട്ടേജോ കറണ്ടിൻ്റെയോ ഫോമിലൊക്കെ ആകാം. എ സി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. ഓക്കെ, അതേപോലെ തന്നെ ഫൈ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്. ഒമേഗ സി എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഇനി നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് മോഡുലേഷൻ എനി ഓഫ് ദീസ് ത്രീ പാരാമീറ്റേഴ്സ് ദാറ്റ് ഈസ് എ ഒമേഗ, ഒമേഗ സി, എ സി, ഫൈ ഓഫ് ദി കാരിയർ വേവ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ദ മെസ്സേജ് ഓർ ഇൻഫർമേഷൻ സിഗ്നൽ. നമ്മളുടെ മോഡുലേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതേപോലെ തന്നെ ഫേസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി, ഇതിന് നമ്മളുടെ ഇൻഫർമേഷൻ സിഗ്നൽ അല്ലെങ്കിൽ കാരിയർ വേവിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ കാര്യം ഓർത്ത് വെക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മോഡുലേഷൻ എന്ന് പറയുന്നത് ഒരു യൂസ്ഫുൾ സിഗ്നൽ വേവിനെയും നമ്മളുടെ ഒരു ഹൈ ഫ്രീക്വൻസിയിലെ കാരിയർ വേവിനെയും മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്. ഓക്കെ, അത് നമുക്ക് പല രീതിയിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. ആംപ്ലിറ്റ്യൂഡ് വേരിയേഷനും പൾസ് വേരിയേഷനുമായിട്ട് നമ്മുടെ ഗ്രാഫുകളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് മോഡുലേഷൻ ആണ്. നമ്മളുടെ ടൈപ്സ് ഓഫ് മോഡുലേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലേഷൻ ഉണ്ട്. സോ അതിലാദ്യം അനലോഗ് സിഗ്നൽസ് ക്യാൻ ബി മോഡുലേറ്റഡ് ഇൻ 2 ഡിഫറെൻറ്റ് വേവ്സ്. നമ്മളുടെ ഡിജിറ്റൽ ഫോമിൽ പറയുന്നതിൻ്റെ മുന്നേ ആദ്യം അനലോഗിൻ്റെ കേസിൽ പറയാം. അനലോഗിന് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് കണ്ടിന്യൂസ് വേവ് മോഡുലേഷനും ഒന്ന് പൾസ് വേവ് മോഡുലേഷനുമാണ്. കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ തന്നെ നമുക്ക് വീണ്ടും 3 ക്ലാസിഫൈ ചെയ്യാം. നമ്മളുടെ കണ്ടിന്യൂസ് വേവ് മോഡുലേഷനെ തന്നെ 3 ടൈപ്പാണുള്ളത്. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, AM എന്ന് വിളിക്കും. മറ്റൊന്ന് ഫ്രീക്വൻസി മോഡുലേഷൻ, FM എന്ന് വിളിക്കും. തേർഡ് വൺ ഫേസ് മോഡുലേഷൻ, നമ്മൾ PM എന്ന് വിളിക്കും. സോ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ, 3 ടൈപ്പാണ് ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ് പൾസ് വേവ് മോഡുലേഷൻ. ഈ പൾസ് വേവ് മോഡുലേഷനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതിനെ 3 ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ട്, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഉണ്ട്, അഥവാ പൾസ് ഡ്യൂറേഷൻ മോഡുലേഷൻ എന്ന് പറയും. അതേപോലെ തന്നെ പൾസ് പൊസിഷൻ മോഡുലേഷനും ഉണ്ട്. അങ്ങനെ നമ്മളുടെ മോഡുലേഷൻ തന്നെ അനലോഗ് സിഗ്നലിന് 2 ടൈപ്പ് ഉണ്ട്. കണ്ടിന്യൂസ് വേവ് മോഡുലേഷനും പൾസ് വേവ് മോഡുലേഷനും. രണ്ടിനെയും നമുക്ക് 3 ക്ലാസിഫിക്കേഷൻ സെപ്പറേറ്റും ഉണ്ട്. ഓക്കെ, സോ നമുക്കിതിലിപ്പം ആദ്യം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ പറ്റി ഒന്ന് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ മീൻസ് എന്താണ്? ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കാരിയർ ഈസ് വാരിഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻഫർമേഷൻ സിഗ്നൽ. നമ്മളുടെ ഇൻഫർമേഷൻ സിഗ്നലിനനുസരിച്ചിട്ട് നമ്മളുടെ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിനാണ് ഇവിടെ മോഡുലേഷൻ വരുത്തുന്നത്. ഇൻഫർമേഷൻ സിഗ്നലിനനുസരിച്ചിട്ട് ഇവിടെ നമ്മളുടെ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിനാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള നടക്കുന്ന മോഡുലേഷനാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അഥവാ AM എന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് ബാക്കി ക്വാണ്ടിറ്റീസായ ഫ്രീക്വൻസിയും ഫേസൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡിൽ മാത്രമാണ് നമ്മൾ വേരിയേഷൻ വരുത്തുന്നത്. ഇനി രണ്ടാമത്തത് ഫ്രീക്വൻസി മോഡുലേഷൻ. ഇൻ ഫ്രീക്വൻസി മോഡുലേഷൻ ദ ഫ്രീക്വൻസി ഓഫ് ദി കാരിയർ വേവ് ഈസ് വേരിയഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സിഗ്നൽ വേവ്. നമ്മളുടെ ഇൻഫർമേഷൻ സിഗ്നൽ വേവിനെ ബേസ് ചെയ്തിട്ട് അതിനെ അടിസ്ഥാനമാക്കി വെച്ചിട്ട് നമ്മളുടെ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയിൽ മാത്രം മാറ്റം വരുത്തുന്ന ഒരു ഫിനോമിനയാണ് ഫ്രീക്വൻസി മോഡുലേഷനിൽ ചെയ്യുന്നത്. ഇവിടെ ആംപ്ലിറ്റ്യൂഡും ഫേസും ഒരു മാറ്റവും ഉണ്ടാവില്ല. കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫേസും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫ്രീക്വൻസി മാത്രമാണ് നമ്മളിവിടെ വേരി ചെയ്യുന്നത്. നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് നെസസിറ്റി ഓഫ് മോഡുലേഷൻ. നമ്മൾ മോഡുലേഷൻ എന്തിനാണ് ചെയ്യുന്നത്? മെയിനായിട്ട് 3 റീസൺസ് ആണുള്ളത്. ഒന്ന് സൈസ് ഓഫ് ദി ആൻറ്റിന, രണ്ടാമത്തത് ഇഫക്റ്റീവ് പവർ റേഡിയേഷൻ ഓഫ് ദി ആൻറ്റിന,
തേർഡ് വൺ മിക്സിംഗ് അപ്പ് ഓഫ് സിഗ്നൽസ് ഫ്രം ഡിഫറെൻറ്റ് ട്രാൻസ്മിറ്റേഴ്സ്. അതിൽ ഒന്നാമത്തത് സൈസ് ഓഫ് ദി ആൻറ്റിന. യൂഷ്വലി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിനെ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൻറ്റിനേൻ്റെ സൈസ് എന്ന് പറയുന്നത് വരുന്ന റേഡിയേഷൻ്റെ 1/4 ആയിരിക്കണം. വേവ് ലെങ്ത്തിൻ്റെ 1/4 സൈസ് വേണം. അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ വേവ് ലെങ്ത്ത് കുറയുന്നതിനനുസരിച്ചിട്ട് ആൻറ്റിനേൻ്റെ സൈസും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സോ ഹൈ ഫ്രീക്വൻസീൻ്റെ ടേമിൽ സെൻഡ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. സോ നമ്മൾ മോഡുലേഷൻ ചെയ്തിട്ട് ഹൈ ഫ്രീക്വൻസി സെൻഡ് ചെയ്യുമ്പോൾ വേവ് ലെങ്ത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. വേവ് ലെങ്ത്ത് കുറയുന്നതിനെ കൊണ്ട് ആൻറ്റിനേൻ്റെ സൈസും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് യൂസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇഫക്റ്റീവ് പവർ റേഡിയേഷൻ ബൈ ദ ആൻറ്റിന. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. P പ്രപ്പോർഷണൽ ടു 1/λ⁻²2 ആണ്. സോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ വേവ് ലെങ്ത്ത് വളരെ കുറവാണെങ്കിൽ, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ വേവ് ലെങ്ത്ത് വളരെ കുറവാണെങ്കിൽ നമുക്ക് പവർ എന്ന് പറയുന്നത് വളരെ കൂട്ടാൻ സാധിക്കും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയതിനെ കൊണ്ട് അതിൻ്റെ സ്ക്വയർ ടൈംസ് ആയിട്ട് പവർ കൂടും. അതാണ് മറ്റൊരു നെസസിറ്റി ഓഫ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് മിക്സിംഗ് അപ്പ് ഓഫ് സിഗ്നൽ ഫ്രം ഡിഫറെൻറ്റ് ട്രാൻസ്മിറ്റേഴ്സ്. ഇപ്പം പല ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനിൽ പല ഫ്രീക്വൻസി റേഞ്ചും വരുമ്പം അത് കളക്ട് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി അവൈലബിൾ ആണെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി വേണ്ട രീതിയിൽ നിന്ന് എളുപ്പത്തിൽ നിന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മിക്സിംഗ് അപ്പ് ഓഫ് സിഗ്നലിനെ നമുക്ക് ഒരു പരിധി വരെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഫ്രീക്വൻസി റേഞ്ച് കൂടുന്നതിനനുസരിച്ചിട്ട് ഓരോ സിഗ്നലും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. വളരെ കുറവാണെങ്കിൽ കൺജസ്റ്റഡ് ആയിരിക്കും. സോ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും.